ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും സഹായത്തുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, 2 ദിവസം വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ ഒരു ദിവസം കൊൽക്കത്തയിൽ നിന്ന് തിരിച്ചു വരുന്നത്. പിന്നെ ഇന്നലെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ഡിയോ കാറിൽ ഞങ്ങൾ ഹോൾഡായിരുന്നു. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു ഷൂട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ അവിടുന്ന് നേരെ ബീഹാറിലേക്ക് കയറി ബഗൽപൂർ. അവിടുന്ന് ഞങ്ങൾ രാവിലെ 4 മണിക്ക് മന്ദർ ഹില്ല് വന്നിട്ടില്ലേ. നിർത്തി പറയാൻ കാരണം അന്ന് ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സൈഡാവലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അത് പക്കാ സൈഡായി. എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ആദർശ ദിവസമായിരുന്നു. ആദർശ സൈഡായിരുന്നു, തലവേദന കാര്യങ്ങൾ. ഇന്ന് എൻ്റെ ദിവസം. ഇന്ന് ഞാൻ സൈഡാണ്. എനിക്ക് തലവേദനയാണ്, മേലുവേദനയാണ്, പനി വരുന്ന പോലെയുണ്ട്, ആകെ ഡൗട്ടാണ്. എന്നിട്ട് ഈ രാവിലെ വന്നത് ഇതാ ആ കാണുന്നതാണ് മന്ദർ ഹിൽസ്. നമ്മൾ പണ്ട് കഥകളിലൊക്കെ വായിച്ചു കേട്ട പാലാഴി കടയാൻ വേണ്ടി ഈ മലയാണ് പിഴുതെടുത്തുകൊണ്ട് പോയി മറ്റേ വാസുകി എന്ന് പറയുന്ന പാമ്പിനെ വെച്ചിട്ട് കടഞ്ഞ് അമൃതം ഉണ്ടാക്കിയത് ഈ മല വെച്ചിട്ടാണെന്നാണ് നമ്മൾ കഥകളിൽ കേട്ടത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. റോപ്പ് വേ ഉണ്ട് എന്നുള്ളൊരു കരക്കമ്പി കേട്ടു. ഉണ്ടെങ്കിൽ സമാധാനം. ആ സ്റ്റെപ്പൊന്നും ട്രക്ക് ചെയ്ത് കയറാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷവാൻ റോജനാണ്. അതുകൊണ്ട് നാളെ ആരും സൈഡാവുന്നില്ല കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. വെറും അവൻ ചിൽ. ഗായ്സ്, അങ്ങനെ ഇതാ ഇവിടെ വിത്ത് ചായ വാച്ചിങ് സൺറൈസ് വിത്ത് ജലദോഷം. സോ ഗായ്സ്, ഞങ്ങളുടെ ബാഗ് ഇവിടെ വെച്ചു. റോപ്പ് വേ ഉണ്ട്, പക്ഷേങ്കിൽ ബുധനാഴ്ചകളിൽ സർവീസാണ്. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടേ തുറക്കൂ. ബുധനാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ 8 മണിക്ക് കറക്റ്റ് തുറക്കും എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ലഗേജൊക്കെ ഇവിടെ വെക്കാൻ സഹായിച്ചു. എല്ലാ വഴിയും പറഞ്ഞു തന്നു, വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് തന്നു. ഗായ്സ്, അപ്പോൾ നമ്മൾ വാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. റോപ്പ് വേ ഉണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ് ഇറങ്ങിയത്. ടെമ്പിളൊക്കെ അടച്ചിട്ട് കാണുന്നുണ്ട്. ബട്ട് ആ വ്യൂ അടിപൊളി കേട്ടോ. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അറിയില്ല. ഫുള്ള് കാറ്റായിരിക്കും. വാങ്ങിയ മൈക്കിന് എന്താണെന്ന് വിചാരിച്ചാൽ ഐഫോണിൻ്റെ ലൈറ്റ്നിങ് പോർട്ട്, അതിൻ്റെ അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പർലി. അവർ പുതിയ സാധനം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നു. വീട്ടിലെത്തുമായിരിക്കും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മൈക്ക് പക്കയാണ്, പക്ഷേ ഈ ലൈറ്റ്നിങ് പോർട്ടിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ സി നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി. ടെമ്പിൾ തുറക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ടെമ്പിളിൽ കയറുന്നില്ല.
കോർസാമി കൂടെ കണ്ടിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങണം. നല്ല കാറ്റാണ്, വോയിസ് അത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഒരു കൊച്ചി എടുക്കാനും വയ്യ, തൊണ്ട വയ്യ ഗായ്സ്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. അതാണ് ടെമ്പിള്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കും. ഇവിടെ കറക്റ്റ് സമയവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ടോപ്പ് വ്യൂ അങ്ങനെ തന്നെ ഒരു 2-3 മണിക്കൂർ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോകാം. ഗായ്സ്, ഇതാണ് ജൈൻ ടെമ്പിൾ. ജൈൻ ടെമ്പിൾ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഭക്ഷണത്തിൻ്റെ കേസിൽ ഞങ്ങൾ പണി കിട്ടിയതല്ല, അങ്ങനൊരു ഭക്ഷണം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ആദ്യമായിട്ട് ബീഹാറിനാണ്. കാരണം ആകെ ഇവിടെ ചാട്സ് പിന്നെ ചൗമീൻ ഉണ്ട്, അതിപ്പം കഴിച്ചു നോക്കട്ടെ എന്താണ്. ചാട്സ് മാത്രമേ ഇവിടെ ഇപ്പോൾ കിട്ടാനുള്ളൂ. എന്നാൽ രാത്രി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡ് കിട്ടീന്. പക്ഷേ ഇനിയിപ്പോൾ ടൗൺ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പം തന്നെ 11 മണി ആവാനായി. അപ്പോൾ ഇന്നലെ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് പണി കിട്ടിയത്. അതിൽ തന്നെ ഒരു പാൻഡോക്കെല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ട്. വെജ് ചൗമീൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മോശമായ പോലെ ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. എന്നാ തന്നെ ധാരാളം. അവന് ഉപ്പ് അധികമാണെന്ന് പറഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പല്ല, എല്ലാ മസാലയും അധികമുണ്ട്. ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ വിശപ്പുണ്ട്, തിന്നണമില്ല, ഗ്യാസ് കയറും. ഇനി അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കാര്യമില്ല. മോശമല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. തിന്നാണിട്ട് പോവാം. പനീറാണ് വാങ്ങിയത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അന്ന് പൂരിന്നോ എവിടുന്നോ വാങ്ങിയത് നൂഡിൽസ് ആയിരുന്നില്ല, അതും ചൗമീനായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് അധികമുണ്ട്, പക്ഷെ പനീറിൻ്റെ ടേസ്റ്റ് ഒന്നുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഉപ്പ് ഭയങ്കര ഉപ്പ്. നമ്മൾ ഇന്നലെ മന്ദർ കേസിൽ നേരെ ഒരു പണി കിട്ടി. ഞങ്ങൾ 1 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 1 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. 3 മണി, 4 മണി, 5 മണി, 6 മണി ഈ 4 വരേണ്ട ട്രെയിനുകളും പിന്നെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. കാരണം ട്രെയിന് 3:30 ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ ട്രെയിൻ എത്തിയില്ലെങ്കിൽ കൂടി അത് അപ്പുറത്തെ സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ഇത് മൊത്തം കഴിഞ്ഞ് ഞങ്ങൾ 6 മണിക്ക് ശേഷമാണ് ഓരോ ട്രെയിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. എന്താ റീസൺ എന്നറിയില്ല. അപ്പം ഞങ്ങൾ പട്നയിലേക്കുള്ള ട്രെയിൻ നോക്കിയപ്പോൾ നല്ല സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കയറി പട്നയിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന്. പട്നയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രിക.